ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Lenovo 5Z Pro GT എന്നുള്ളൊരു ഫോണിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഫോണിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണാണ് ഇത്. ഇത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഫോണിൽ 12 GB RAM ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. Lenovo 5Z Pro GTയിലെ ഡിസ്പ്ലേ വരുന്നത് 6.39 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു സ്ക്രീൻ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ വരുന്നത് സ്ലൈഡിംഗ് മെക്കാനിസം ആണ്. അതായത് സാധാരണ ഫോണുകളിൽ നോച്ച് അല്ലെങ്കിൽ ബെസൽസ് വരാൻ കാരണം ഫ്രണ്ടിൽ ഫ്രണ്ട് ക്യാമറ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ലെനോവോ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് ഒരു സ്ലൈഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലൈഡർ മുകളിലോട്ട് പൊക്കിയാൽ ഫ്രണ്ട് ക്യാമറ പൊന്തി വരുന്നതാണ്. ഇതേ ഒരു ഫീച്ചർ നമ്മൾ മുമ്പ് മീമിക്സ് 3 പിന്നെ Lenovo 5Z Pro പോലുള്ള ഫോണുകളിൽ കണ്ടതാണ്. പിന്നെ ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണിത്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും ഈ ഒരു ഫോണിനുണ്ട്. സ്നാപ്ഡ്രാഗൺ 855 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 855. ഈ ഒരു പ്രോസസ്സറുമായി വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണായിരിക്കും Lenovo Z5 Pro GT. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 12 GB RAM ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. 6 GB റാമിൻ്റെയും 8 GB റാമിൻ്റെയും മറ്റ് വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 6 GB റാം വേരിയൻറ്റിൽ 128 GB ഇൻറ്റേർണലാണ് നമുക്ക് ലഭിക്കുന്നത്. 8 GB റാം വേരിയൻറ്റിൽ 128 GB ഇൻറ്റേർണലിൻ്റെ ഒരു വേരിയൻറ്റും 256 GB ഇൻറ്റേർണലിൻ്റെ മറ്റൊരു വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 12 GB റാം വേരിയൻറ്റിൽ 512 GB ഇൻറ്റേർണലാണ് നമുക്ക് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രോസസ്സറും 12 GB റാമുമായി വരുന്ന ഈ ഒരു ഫോണിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 24 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയും വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ലെനോവോയുടെ മുമ്പ് ഇറങ്ങിയിരുന്ന Lenovo 5Z Pro എന്നുള്ള ഫോണിലെ അതേ ക്യാമറ സ്പെസിഫിക്കേഷനാണ് ഈ ഫോണിലും വരുന്നത്. എന്നാൽ ഈ ഫോണിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. 3350 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 12 GB റാം വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 45,000 രൂപയാണ്. 6 GB റാം വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 27,700 രൂപയും 8 GB റാം 128 GB ഇൻറ്റേർണൽ വേരിയൻറ്റിൻ്റെ വില ഏകദേശം 31,000 രൂപയും അതുപോലെ 8 GB റാം 256 GB ഇൻറ്റേർണൽ വേരിയൻറ്റിൻ്റെ വില ഏകദേശം 41,000 രൂപയുമാണ് വരുന്നത്.